ആ ഹലോ അതെ നഴ്സിംഗ് ഹോമാണ്. പനി ഛർദി അല്ലേ? വൈകുന്നേരം 3 മണിക്ക് വന്നോ? വാസുദേവൻ ഡോക്ടർ ഉണ്ട്. നല്ലതാണ്. ആയിക്കോട്ടെ 3 മണിക്ക് തന്നെ വരണം കേട്ടാ. ഒന്നാമത്തെ ടോക്കൺ കിട്ടൂല. ഒരു ആറാമത്തെ ടോക്കൺ ഞാൻ റെഡിയാക്കി വെക്കാം. എന്നെ കണ്ടാൽ മതി. ഞാനേ കൗണ്ടറിലുണ്ടാവും. അതെ ഉണ്ണി ഉണ്ണി. ആ ശരി എന്നാൽ. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഒരു കുഞ്ഞേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. കാർ ആക്സിഡന്റ് ആയിട്ട് ഒന്ന് നോക്കി എവിടെയാണ് കുഞ്ഞേട്ടൻ. അതെ ഏട്ടല്ല കുഞ്ഞൻ. ഏ ആ കുഞ്ഞേട്ടൻ കുഞ്ഞേട്ടൻ മരിച്ചുപോയി. മരിക്കേ? അരമണിക്കൂർ മുമ്പേ മരിച്ചുപോയി. മരിക്കാനൊന്നും ആയില്ല ആള്. അത് നിങ്ങളാ തീരുമാനിക്കണ്ട്. അങ്ങനെയല്ല, കാറ് ഇടിച്ചിട്ട് കാലൊടുക്കി അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അല്ല മരിക്കാൻ കിടക്കുന്ന ആളൊന്നല്ല. നിങ്ങൾ ശരിക്കും നോക്കി. ഈ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ ആള് 96 വയസ്സ് വരെ ജീവിച്ചില്ലേ? ഇയാൾക്ക് 96 വയസ്സൊന്നും ഇല്ലാന്ന്. 38-40 വയസ്സുണ്ട്. ഒന്ന് ശരിക്കും നോക്കി കുഞ്ഞേട്ടൻ. കുഞ്ഞേട്ടൻ പറയില്ല. ഇന്നിപ്പോ വന്ന ലാസ്റ്റ് രവി തീർന്നു. കുഞ്ഞേട്ടനില്ല. നിങ്ങൾ ആരെ പേര് വേറെ മാറിപ്പോയിട്ടുണ്ട്. നോക്കിയേ. മാറിപ്പോവാൻ എല്ലാരും കുഞ്ഞേട്ടൻ എന്നാണ് വിളിക്കല്. അങ്ങനെ എല്ലാരും വിളിക്കുന്ന കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ കാര്യമില്ല. അയാള് ആരെയും വീട്ടിൽ നാട്ടിലൊക്കെ വിളിക്കും, പല പേരും വിളിക്കും. എന്നെ ഇപ്പൊ കർത്തമ്പൂന്ന് വീട്ടിൽ നിന്ന് വിളിക്കും, നാട്ടിൽ നിന്ന് വിളിക്കും, എന്റെ ഉണ്ണിന്ന് വിളിക്കും, വീടിന്നോ ഉണ്ണി രാജാന്ന് വിളിക്കും. അങ്ങനെ 3 പേര് വരും. അപ്പൊ ശരിയായി വരുന്നത് ഉണ്ണി രാജ. ഒറ്റ മിനിറ്റ്, ഞാൻ ചോദിച്ചാൽ തന്നെ നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ മൂപ്പരെ കുഞ്ഞേട്ടാന്നാണ് വിളിക്കലേ. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയണല്ലോ. ആ രാഘവേട്ടാ, മൊയ്തുവാണ്. രാഘവേട്ട നമ്മളെ കുഞ്ഞേട്ടല്ലേ? ആ ലോട്ടറി കുഞ്ഞേട്ടന് ശരിക്കുള്ള പേരെന്താ? വേറെ പേര് ശീതൾ എന്നാ പേരില്ലേ? ഞാന് കുഞ്ഞേട്ടൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് കുഞ്ഞേട്ടൻ എന്നറിയാം. ആ ശരി, എന്നാ വെച്ചോളി. ശീതളിനെ എല്ലാം നോക്കി. ഇല്ലേ ഐസിയിലൊന്നും കിടക്കേണ്ട കാര്യമില്ലല്ലോ. കാലൊടിഞ്ഞ ഐസി കിടത്തുവോ? ഐസിയുലല്ല, AC റൂമില്. അതായത് 312 AC റൂമിലാന്നുള്ളത്. AC-ലാ കിടക്കണേ? ലോട്ടറി വിൽക്കുന്ന ആളാണ് കുഞ്ഞേട്ടൻ. നമുക്ക് എന്ത് വെക്കാം, പക്ഷെ കിടക്കുന്ന നമുക്ക് എവിടെയും കിടക്കാം. AC-ലും കിടക്കാം, നിലത്തും കിടക്കാം, എവിടെയും കിടക്കാം. 310 ലിഫ്റ്റ് ഉണ്ടാവില്ല ഇവിടെ അല്ലേ? ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അത് രോഗിക്കും കൂടെ വന്ന ഒരാൾക്കും കയറാം. ഞാൻ രോഗീന്റെ കൂടെ വന്ന ആളാണല്ലോ. നിങ്ങൾ കാണാൻ വന്ന സന്ദർശകൻ വ്യത്യാസം വരും. നിങ്ങൾക്ക് കണക്കായിട്ട് സ്റ്റെപ്പ് ഉണ്ട്, കിടക്കട അങ്ങോട്ട് കയറി പോകാലോ. എനിക്ക് കൂടുതൽ സ്റ്റെപ്പ് ഒരുമിച്ച് കയറാൻ പറ്റൂല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു വേദന വരും. പ്രശ്നമില്ലാതെ നിങ്ങൾ കയറി 2ാമത്തെ നിലയെത്തുമ്പോൾ ഈ നെഞ്ചുവേദന കാണിക്കേണ്ട ഡോക്ടർ ആടെ ഉണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് 3ാമത്തെ പോലെ അപ്പൊ വേണം നിങ്ങൾക്ക് അഡ്മിറ്റ് ആവുകയും ചെയ്യാം. അപ്പൊ ലിഫ്റ്റും കയറാം, എല്ലാം കയറാം, സ്റ്റെപ്പും കയറാം. എന്നാ ശരി. ശരി. ഉപകാരം. ഇതിപ്പോ ഈ ആശുപത്രിയിൽ എത്ര ബില്ലാവോ എന്തോ. ഇതെങ്ങനെ അടയ്ക്കും? എന്റെ മന്മത, നീ ഇവിടെ കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നോ? അഞ്ഞേ കാശാവട്ടോ ഈ ആശുപത്രിയിലെ. ഈ AC റൂമൊന്നും വേണ്ടായിരുന്നു. എൻ്റെ അളിയനൊന്ന് അടങ്ങി സമാധാനമായിട്ട് കിടക്ക്. നമുക്ക് ആളിൻ്റെ ജീവനാണ് വലുത്. ഇന്നലെ വരെ അളിയൻ ബോധമല്ലാതെ കിടന്നപ്പോൾ നീ കാശിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ബോധം വന്നപ്പോൾ നിനക്ക് കാശിനെ കുറിച്ചുള്ള ബോധം വന്നു. ഇത് കുഞ്ഞേട്ടാ എന്താ കഥ? കുഞ്ഞാട്ട അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഇത് ഒടിഞ്ഞിക്കിടക്കാല് 3ആയിട്ടും ഇല്ലാതെ പിന്നെ വെറുതെ പ്രശ്ന വേഷത്തിന് വേഷം കെട്ടിരിക്കാൻ ഞാൻ. ഇതൊരു കട്ടാണ് റബ്ബേ. അല്ല ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ തോമസ് ഒരു ലോട്ടറി വെച്ചപ്പോ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കടന്നാ. അല്ല പുള്ളിക്കാരൻ വാണ വിട്ടമാരി വരവാന്നേ. അപ്പൊ മൂപ്പർ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ് അല്ലേ? ഇല്ല പിന്നെ വണ്ടർ നെഞ്ഞതൊക്കെ ഞാൻ ചാടി കയറണ. എനിക്കെന്താ പ്രാന്താ? അങ്ങനല്ല പറ്റണ്ട. ഇപ്പൊ ഇവിടുന്നാണെങ്കിൽ ഇത്രയല്ലേ പറ്റുമെന്ന് സമാധാനിക്കാം നമുക്ക്. ആ വീഴ്ചയില് തലേന്ന് മേലെ കൂടെ വണ്ടി കയറിപ്പോയില്ലെങ്കിൽ ആളുണ്ടാവും. ഇനിയിപ്പം ഇതൊക്കെ എന്തിനാ വന്നു? അല്ല മോളെ, കുഞ്ഞേട്ടനധികം പറ്റിയത് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഇരിപ്പ് ഉറക്കും നമുക്ക്. അല്ല ഇതിപ്പോ AC റൂമിലൊക്കെ എങ്ങനെ എത്തിയായി? ഇതിനൊക്കെ നല്ല കായാവൂലേ? ആരാത് കൊടുക്കുക? ജിയോ ബനെ കണ്ടിട്ട് ഞങ്ങൾ AC കിടക്കണേ കുഞ്ഞേട്ടാ? അതെ മൊയ്തു, അളിയനെ വണ്ടി കൊണ്ട് ഇടിച്ചില്ലേ സുഗതൻ എന്ന് പറയുന്ന ആ ഡ്രൈവർ, അയാൾ കൊടുത്തോളൂ. അയാളുടെ അടുത്ത് കൊടുക്കാൻ ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൊടുക്കുവോ? അങ്ങനെയൊക്കെയാണ് ചേട്ടൻ പറയണല്ല, അങ്ങനെ ആണ്. ഉറപ്പല്ലേ മന്മത? ഉറപ്പാണ് മൊയ്തു. അതെ ആ കൊണ്ട് ഇടിച്ചില്ലേ വണ്ടി, ആ സുഗതന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല.
നമ്മൾ കേസിന് പോയണ്ടല്ലോ അയാൾ ഓടി ഊപ്പാട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ സംസാരിച്ചു വന്നപ്പോ തന്നെ നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആശുപത്രിയിലെ ബില്ല് മുഴുവനും കൊടുത്തോ എന്ന് പറഞ്ഞു. കൊടുക്കാന്ന് പറഞ്ഞു. എന്നാ പിന്നെ വെന്റിലേറ്ററിൽ കിടന്നുകൂടെ ഇനിയോ? വെന്റിലേറ്റർ ഇവിടുത്തെ ഏറ്റവും മുന്തിയ അതാണ്. അവിടെ മണ്ടും എടുത്തേക്കേണ്ട കാര്യമൊന്നുമില്ല, ചുറ്റും നേഴ്സുമാരൊക്കെ ഉണ്ടാവും. നമ്മൾ ശ്വാസം വരെ എടുക്കണ്ട, ശ്വാസം വരെ ഓരോ എടുത്തോളും. ഭയങ്കര സൗകര്യ. മൊയ്ത് ചായ കുടിച്ചാർന്നോ? ഇല്ല. മനോദാ, മൊയ്തൂന് ചായ മേടിച്ചു കൊടുക്കട്ടോ. ഒരു പഴം പുഴുങ്ങിയൊന്നും വാങ്ങിയിട്ട് വായ തിരികെ കൊടുക്കും. മനസ്സിലാവണേ. ഞാൻ നിങ്ങളെ കൂടെ കുറച്ചേരം ഇല്ല ഒന്നുമില്ല, കമ്പനി ഇരിക്കാൻ വേണ്ടി വന്നാ. വെറുതെ എങ്ങനെ ഇരുന്ന ബോറടിക്കൂല നിങ്ങൾക്ക്? ഇവിടെ മുറിവുണ്ട്, മുഖത്തെല്ലാം സീനുണ്ട് മൂപ്പർക്ക്. എങ്ങനെയുണ്ട് ശീതള ഇപ്പൊ? കാലില് പ്ലാസ്റ്റർ കൊണ്ട് ഒന്നും അറിയണല്ല, പക്ഷെ വിരല് കുറച്ച് നീരുണ്ടായിരുന്നു. അപ്പോ സിസ്റ്റേഴ്സ് വിരലിങ്ങനെ അളക്കാൻ പറഞ്ഞിട്ടുണ്ടേ. അത് ഈ കാലിനുള്ള ഒടിവല്ലാതെ വേറെ അവയവങ്ങൾക്കൊന്നും വേറെ ബുദ്ധിമുട്ടില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലായിരുന്നോ? ഈ തലയുടെ വേദന ഇങ്ങനെ നിക്കാ. ഈ തലവേദന കാരണേ രാത്രി ഉറങ്ങണില്ല. അപ്പൊ ആ മഞ്ഞ ഗുളിക കൊടുത്താ മതിയോ ഡോക്ടറെ? ഡോക്ടറാ? ഡോക്ടറല്ലേ? ഇല്ല, എന്റെ പേര് പാരിജാതൻ. ഞാൻ അഡ്വക്കേറ്റ് സത്യശീലന്റെ ഗുമസ്തനാണ്. തലയുടെ നോക്കണ ഡോക്ടർ വരൂന്ന് പറഞ്ഞിരുന്നേ. പുള്ളിക്കാരൻ അതെ, സത്യശീലൻ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ്, അപ്പൊ ഒരു കേസ് ഫയൽ ചെയ്ത MACT കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ. പുള്ളിക്ക് അതിനെ കുറിച്ച് ധാരണയുണ്ടല്ലോ. അപ്പൊ ഈ MACT പ്രകാരം നമ്മളൊരു കേസ് ഫയൽ ചെയ്താല് ഇപ്പൊ ഈ പരുവത്തിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും നമുക്ക് നഷ്ടപരിഹാരം കിട്ടും. എത്ര? 50 ലക്ഷം രൂപ വരെ കിട്ടും. അത് കേസൊന്നും വേണ്ട, അതിന്റെ പുറകെ നടക്കാൻ ഞങ്ങൾക്ക് വയ്യെന്നേ. അതെ സാറേ, ഇവരൊന്നും വരണ്ട, ഞാൻ എല്ലാം ഏറ്റ്. 50 ലക്ഷം രൂപയാണ് കിട്ടുന്നത്, അത് കളയാനും. അല്ലേ, ഇത് ആരാ തരണേ? അത് ഇൻഷുറൻസ് കമ്പനി തരും. ഇല്ല, പുള്ളിക്കാരന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാന്നേ. അത് ശരി, അപ്പൊ അയാൾക്ക് വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ലേ? അപ്പൊ കേസിന് ബലവുമായി. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി ഇടിച്ചാല് ഇടിച്ച ആളുടെ സ്വത്ത് വിറ്റിട്ടായാലും നമുക്ക് വിധിച്ച നഷ്ടപരിഹാരം കിട്ടുവേ. അപ്പൊ നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണ്, അത് വാങ്ങിയെടുത്തൂടെ? അല്ല, പുള്ളിക്കാരൻ ലോക തോൽവിയാട്ടോ സുഗതൻ. നയാ പൈസ ഇല്ലാത്ത ആളാ. എന്റെ ശീതളേട്ട, ഒരു അബദ്ധം വന്നു കഴിഞ്ഞാല് അവര് രക്ഷപ്പെടാൻ വേണ്ടി പലതും പറയും. ഞാൻ ശ്രദ്ധിച്ചില്ല, ചിലപ്പോ ശീതളേട്ടൻ ചെന്ന് വണ്ടിയിൽ ചാടിയതാണ്, ആശുപത്രി ചെലവ് തരാന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. പറഞ്ഞു സാറേ, എന്നോട് പറഞ്ഞു ആശുപത്രി ബില്ല് അടയ്ക്കാന്ന് പറഞ്ഞു. ഞങ്ങള് ദിവസവും ഹാൻഡിൽ ചെയ്യണ കാര്യങ്ങളല്ലേ ഇത്. ഇത് പറഞ്ഞ ഒരു കാറുള്ളവന്റെ അടുത്ത് പൈസ ഇല്ലാതിരിക്കൂലല്ലോ. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, ഇത് അന്യായമൊന്നുമല്ല. നിങ്ങളൊരു പണി ചെയ്യണം. ഈ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിൽ അഡ്വക്കേറ്റ് സത്യശീലന്റെ ഓഫീസ് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. നിങ്ങളൊന്ന് അവിടത്തോളം വാ. ബാക്കി കേസൊക്കെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം. അല്ല മണ്ടു വെച്ച് ഒന്നും പറയണ്ട ശീതളേട്ടാ, ഇങ്ങോട്ട് കിട്ടുന്ന ഒഴിവാക്കരുത്. എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഒന്നും അറിയണ്ടാന്ന്, അത് ഞാനും മന്മഥനും കൂടി ആയിക്കോളും. ചേച്ചി, ഞാൻ നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞു തരാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഡോക്ടറെ കണ്ട് സംസാരിച്ച്, അപ്പൊ ശീതളന്റെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തപ്പോ ഈ അടുത്ത കാലത്തൊന്നും ഈ കാല് വെച്ചിട്ട് ഇയാൾക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റൂലെന്നാ ഡോക്ടർ പറയണത്. അപ്പൊ നമുക്ക് ഒരു കേസ് അങ്ങാറ് കൊടുത്തിട്ട് 10-50 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് ജീവിച്ചൂടെ? ഇനി സുഗതം വിളിക്കുകയാണെങ്കിൽ പറയാം, അത് അഡ്വക്കേറ്റ് സത്യശീലൻ കൈകാര്യം ചെയ്യണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേസുമായിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ ഇതിരിക്കട്ടെ, എന്ത് ചായ കുടിച്ചോ? വെച്ചോ, നിങ്ങളെ ഓഫീസിൽ വന്നാൽ മതി. അളിയ ഇത്രയും നാള് ലോട്ടറി വിറ്റിട്ട് 10ന്റെ പൈസ ലോട്ടറി ആയിട്ട് അടിച്ചിട്ടുണ്ടാ? ഇതിപ്പോ ദൈവമായിട്ട് കൊണ്ട് തന്നതാണ്, നമുക്കൊരു ലോട്ടറി ബമ്പർ. അതെ, ഒരു കാരണവശാലും രണ്ടുപേര് ദൈവത്തെ ഓർത്ത് തടസ്സം നിർത്താവോ? എന്നെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാ. ഞാൻ നോക്കണ്ട ജിബ, ജീവിതം പോയി കിടക്കാം. അത് കേട്ടോ, ഇതൊരു ചായ മേടിച്ചു കൊടുക്കാൻ എടുക്കണം കേട്ടാ, പഴംപൊരി. സാറേ ഉറങ്ങിയണ? ഒന്ന് വാങ്ങി. അതെ, ആ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. അത് പാർട്ടിക്കാരാണോ? വേണ്ട, അതല്ലെന്ന്, രാഷ്ട്രീയ പാർട്ടിക്കാരല്ല. ആ ആക്സിഡന്റ് ആയി ആശുപത്രി കിടക്കുന്ന ശീതളനില്ലേ, അവിടെ ഞാൻ ചെന്ന് ക്യാൻവാസ് ചെയ്ത് അയാളുടെ അളിയനെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, അവര് പുറത്ത് നിൽപ്പണ്ടവര് ഇവിടെ ഉണ്ടാ? എന്നാ വരാൻ പറയൂ. അതെ, ഈ നനഞ്ഞ കോണാൻ പോലെ ഇരിക്കാതെ ഒന്ന് ഉഷാറായിട്ടിരിക്കും, വക്കീലാന്ന് അവർക്ക് തോന്നണ്ടേ. വിളിക്കട്ടെ? മന്മേട്ടാ, വിളിക്കണ്ട. എന്താ യുവനസായി ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവുക?
അത് നടക്കില്ല. അത് നിങ്ങളുടെ ഒരു ചെറിയ വിരൽ നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കേസ് വാദിച്ചിട്ട് അതിന്റെ ഉത്തരവ് മേടിച്ച് നിങ്ങൾക്ക് 26 ലക്ഷം ഉറുപ്പ്യ വാങ്ങിച്ചു തന്നത്. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയും? അല്ല പറയും നിങ്ങള്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു 2 ലക്ഷം ഉറുപ്പ്യ ഇവിടെ വെക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോളേ. ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി, ഓക്കെ ഓക്കെ. നമ്മുടെ മറ്റേ യൂനസില്ലേ, ചെറിയ വിരൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് എടുത്തില്ലേ നമ്മള്? യൂനസ്. അത് യൂസഫാണ്. യൂസഫ് എന്നാ പേര്. യൂസഫ് എന്നാണോ? അപ്പൊ യൂനസ് എന്നാ യൂസഫാണത്. യൂസഫിന്റെ കേസ്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് യൂസഫ് വിളിക്കും, ചിലപ്പോ യൂനസ് വിളിക്കും. അതെ സാറേ, ഇവര് നമുക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയാണ്. ഇത് മന്മഥൻ, അത് മൊയ്തു. ആക്സിഡന്റ് കേസാണ്. വേണ്ട വേണ്ട, അത് ശരിയാവില്ല, സമയമില്ല. അതാണ് നമുക്ക് തജുദ്ദീൻ വക്കീലെടുത്ത് പോകാനാണ്. നിങ്ങൾ പിന്നെ പറഞ്ഞിട്ടല്ലേ മോറിയാൻ പൊളി. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.